Vijay, Kalakito. I think it is fabulous. What do you guys think? നമുക്ക് നേരെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, പാട്ടിങ് ഉണ്ടായിരുന്നു? We'll go ask the judges. Sudhesh? അടിച്ചു പൊളി. വിജയ്, വിജയന്റെ പെർഫോമൻസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ടി വിയിൽ. പക്ഷെ ഇപ്പം നേരിട്ട് ആസ്വദിക്കാൻ പറ്റി. അസലായിട്ടുണ്ട്. എൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം കണ്ടിട്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പക്ഷെ മനസ്സ് കുളിർത്തു കേട്ടോ. അസലായി. പിന്നെ വിജയ് എടുത്ത സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് സ്പോട്ടിൽ കറക്റ്റ് പോയിന്റിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിനെ ഹൈലൈറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഫുൾ ടൈം ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ കറക്റ്റ് സമയങ്ങളിലാണ് ശരിക്കും വിജയ് ആടിയിരിക്കുന്നത്, അതും പെർഫെക്ഷനോട് കൂടി. എന്തായാലും കീപ് ഇറ്റ് അപ്പ് വിജയ്. അസലായി. Thank you so much. Didi? Vijay, lovely performance. Thank you. Very nice. Except few places out of pitch, like in the first Charnam, Unmai, and some other place, small places where it could be overlooked. Anna Adyo, if you take that also into consideration, romba nanna irukum. Nanna dance pannina. Lovely show. Terrific performance. Thank you, Didi. Sharat sir? വിജയ് സാർ, ആദ്യം ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ ഈ ഓവർകോട്ടിന്റെ പച്ച കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അടിച്ച് പൊളിച്ച് നിരത്തി തവിട് പൊടിയാക്കിയില്ലേ. നന്നായിരുന്നു വിജയ്, നന്നായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ അതൊക്കെ ഒന്ന് ശരിയാക്കണം, ഇല്ലെങ്കിൽ തുപ്പാക്കിയായി പോവും കേട്ടോ. പിന്നെ ആരാണ് എന്റെ മ്യൂസിക് കുട്ടാ? വിദ്യാസാർ നന്നായിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല പെപ്പി പാട്ടാണ്. സൂപ്പറായിരുന്നു കുട്ടാ, നന്നായിരുന്നു. Thank you, Sharat sir. വിജയുടെ പാട്ട്, വിജയുടെ പാട്ട് അടിപൊളി. എന്തായാലും നല്ല സോങ് സെലക്ഷൻ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തു, നല്ലൊരു മൂഡ്. കാരണം നല്ല കമ്പോസിഷൻ വിദ്യാസാഗറിന്റെ, നല്ല സെലക്ഷൻ ഓഫ് സോങ്. പിന്നെ വലിയ തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിൽ മനസ്സുക്കുള്ളേ എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നുണ്ട്. മനസ്സുക്കുള്ളേ മത്താപ്പ് എന്ന് പറയുന്നതിന് മുമ്പുള്ള ലൈൻ അതെന്താണ്? അതൊന്ന് പാടാം. വാലൈപ്പൂ പോലെ വെക്കം പാത്ത് മനസ്സുക്കുള്ളേതാ മത്താപ്പ്. അതിന് വലിയ തുടക്കം ഇതാണോ? അല്ലല്ല, തുടക്കം തുടക്കം പാടാനാ പറഞ്ഞ. ഞാൻ കേൾക്കുന്നില്ലേ ഒന്നും. പോയോ? കിറായോ? അയ്യോ, എല്ലാം പോയി. ലിറിക്സ് പറഞ്ഞായി. എന്തെങ്കിലും പാടിയാൽ മതി. ലിറിക്ക് എല്ലാവരും വേറെ തെറ്റൊക്കെ അല്ലേ പാടിയത്. എന്ത് പാടിയാലും മതി. തുപ്പാക്കിന്ന് തുടങ്ങിക്കോളൂ. അയ്യോ മോന്റെ ഫ്യൂസ് പോയോ? അതിനൊരു റീ റെക്കോർഡിംഗ് കൂടെ അനുഭവം കൊടുത്തു. அன்பின் உறவாதீரு, உண்மை மறவாதீரு, 100 ஆண்டு வரை வாழ்வின் பலமாயிரு, வாழைப்பூ போல வெக்கம். ആ പോർഷൻസ് വാലൈപ്പൂ പോലെ ആ സ്ഥലം. வாழைப்பூ போல வெக்கம் பார்த்து மனசுக்குள்ளேதான் மத்தாப்பு, இரவில் இனிமேதோ தூக்கம் மேது காது காணாது. പിന്നെ അകരുതല്ല 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 നഗര പീസ്, അകരുതല്ല നഗര പീസ്. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മതി. ഇപ്പം ഇല്ലേ പറയാൻ തുടങ്ങിയപ്പോഴത്തേ അങ്ങ് ഓവറായി കളഞ്ഞു. ആദ്യം അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇപ്പോഴും ഓവറാക്കി. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ശ്രുതി പോയിട്ടുണ്ട്. അതൊന്നും കണക്കിലെടുക്കണ്ട, ഇഗ്നോർ ചെയ്താൽ മതി. ഞങ്ങൾ മനസ്സിലാക്കി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം വിജയുടെ പാട്ട് അടിപൊളി. താങ്ക് യു ജഡ്ജസ്. എന്റെ വിജയ്, നമുക്കിനി മാർക്സിലേക്ക് പോകാൻ നേരെ. ദീദി, പാട്ടിന് വേണ്ടി ഔട്ട് ഓഫ് 70? Out of 70. എല്ലാരും ഇപ്പൊ now they're asking the audience, ഇല്ല? So let me also ask the audience. What do you feel? Out of out of 70, no? Out of 70. 50 something. How much? 50 what? 50 50 Quickly. 59.
59 no. What about you? Good fair. Anyone here? 57. 57. I got it again. They got it right, huh? I got it. Sharateta. 57. Okay, it's 57 out of 70. 57 out of 70. And Siddhesh, 30 പെർഫോമൻസ് എത്രയാണ്? ഔട്ട് ഓഫ് 30 അല്ലേ? അപ്പം അത് കുറച്ച് കൂട്ടാനുണ്ട് അത്. കാരണം 2 + 2 7. സോറി 2 + 5 7 ടോട്ടൽ. അപ്പോൾ 25. 25. 57 plus 25. അപ്പോൾ ടോട്ടൽ 82. 82 മാർക്സ് ആണ് ജഡ്ജസ് വിജയുടെ ഈ പെർഫോമൻസിന് നൽകിയിരിക്കുന്നത്.